നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര മാത്തുത്തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിലും കണ്ടശാങ്കടവ് ഗവൺമെന്റ് സ്കൂളിലും മോഷണം. വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതി ശിലാവലയം തീർത്ത് വലപ്പാട് GDM LP സ്കൂളിലെ കുരുന്നുകൾ. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര മാത്തുത്തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. പുത്തൻപീടിയിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള മാത്തുത്തോട്ടിൽ നിന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് കണ്ടെത്തിയത്. 71 വയസ്സുള്ള പുത്തൻപീടിയ ചുമ്മാർ റോഡിൽ വടക്കുമുറി പുളിപ്പറമ്പിൽ ഷൺമുഖന്റെ ഭാര്യ ഓമനയാണ് മരിച്ചത്. ഇവരുടെ വീടിന് 1 കിലോമീറ്റർ അകലെ മാത്തുത്തോട്ടിലെ കലുങ്കിന് അടിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് തോടിന് സമീപത്തുകൂടെ പോയിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടെത്തിയ തോട്ടിൽ മുട്ടറ്റം വരെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നതും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമാണ് സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. മൃതദേഹത്തിൽ നിന്ന് മാലയും വളയുമാണ് നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നത്. കമ്മൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഓമനയെ കണ്ടെത്തിയ രാത്രി തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കനാലിൽ ഉൾപ്പെടെ തിരഞ്ഞിരുന്നു. മറ്റെവിടേക്കെങ്കിലും പോയോ എന്നറിയാൻ സമീപത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു. എന്നാൽ പോലീസ് കാര്യമായി ഇടപെട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി. മൃതദേഹം കണ്ടെത്തിയ ശേഷവും പോലീസിൽ നിന്ന് കാര്യമായ സഹകരണം ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മക്കൾ ശ്രീജിത്ത്, ബിജു, പരേതയായ പ്രീതി, മരുമക്കൾ രാജി, സിന്ധു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓടുപൊളിച്ച അകത്ത് കയറി മോഷണം. വ്യാഴാഴ്ച പകലാണ് മോഷണം നടന്നത്. കുന്നിനു മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകയറിയത്. വൈകിട്ട് ദീപാരാധനയ്ക്കായി ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് സംഭവം കണ്ടത്. ഗണപതി പ്രതിഷ്ഠയുള്ള മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നിട്ടുള്ളത്. കർക്കിടക മാസത്തിലെ ഭണ്ഡാരവരവ് എടുത്തിരുന്നില്ല. ഇത് ഏകദേശം 10,000-ഓളം രൂപ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുകമ്പി സ്ഥലത്ത് നിന്നും കണ്ടെത്തി. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഇന്നലെ വൈകിട്ട് നട തുറക്കാൻ വന്ന ക്ഷേത്രം ജീവനക്കാർ പടിഞ്ഞാറ് നടക്കിലുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം കുത്തി തുറന്നു കിടക്കുന്നു. അതിലുണ്ടായിരുന്ന പൈസ എല്ലാം കവർന്നു പോയ അവസ്ഥയാണ് കണ്ടത്. കഴിഞ്ഞ കർക്കിടക വാവുബലി കഴിഞ്ഞിട്ട് ഭണ്ഡാരം തുറന്നിട്ടില്ല. ഇത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഓട് പൊളിച്ച് അകത്ത് കയറി ഭണ്ഡാരം പൊളിച്ച് വാതിൽ തുറന്ന് പുറത്തു പോകാൻ മോഷ്ടാക്കൾ പ്ലാൻ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അപ്പോൾ പോലീസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, CCTV. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തു. അതിനിടയ്ക്ക് 1-2 ചടങ്ങുകളും മറ്റും വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കണ്ടശാങ്കടവ് ഗവൺമെന്റ് സ്കൂളിലും മോഷണം നടന്നു. NSS യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച 2,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ 3 CCTV ക്യാമറകൾ മോഷണം പോയിരുന്നു. കമ്പ്യൂട്ടർ റൂം തകർത്ത് അകത്ത് കയറി ഉപകരണങ്ങൾ കേടുവരുത്തിയിരുന്നു. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പതിവ് പോലെ അന്തിക്കാട് പോലീസ് എത്തി അന്വേഷണം നടത്തുമെങ്കിലും ഒരു കേസിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന പരാതിയുണ്ട്. വിദ്യാലയവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളിൽ പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രിൻസിപ്പൽ A. അബീദ, പ്രോഗ്രാം ഓഫീസർ R. രാജശ്രീ, ക്ലസ്റ്റർ കോർഡിനേറ്റർ R. ശാലിനി, NSS സ്റ്റോർ ചുമതലക്കാരായ അലോൺ റൈജു, മുഹമ്മദ് സിനാൻ എന്നിവർ ആവശ്യപ്പെട്ടു. 19/8/2024 വൈകുന്നേരം NSS സ്റ്റോർ പൂട്ടി പോവുകയുണ്ടായി. 20-ാം തീയതി ഹോളിഡേ ആയിരുന്നു. 21/8/2024 രാവിലെ സ്കൂൾ അധ്യയനം നടന്നപ്പോൾ കാണാൻ സാധിച്ചത് NSS സ്റ്റോർ കുത്തി തുറന്ന് അതിൽ നിന്ന് 2,000-ഓളം രൂപ നഷ്ടമായി. സാധനങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. അതുപോലെ സ്കൂൾ ഗാർഡനിലുള്ള
ചെടികളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലും പൈപ്പ് തകർത്ത നിലയിലും കാണപ്പെടുകയുണ്ടായി. ഇത് 3-ാം തവണയാണ് ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ നടക്കുന്നത്. 4 മാസം മുൻപ് സ്കൂളിൽ നിന്ന് 3 ക്യാമറ നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്നതായിരുന്നു. അപ്പോൾ അത് കുത്തി തുറന്ന് കുട്ടിക്ക് ആകെ മാനസിക വിഷമം ഉണ്ടാകുന്ന തരത്തിൽ കുറേ പൈസ പോയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് സ്കൂൾ NSS യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഞങ്ങൾ ഓണത്തിലേക്ക് തയ്യാറാക്കിയ ഞങ്ങളുടെ ചെടികൾ അതൊക്കെ ഒരു ദിവസം വരുമ്പോൾ സ്കൂള് ഒരു ദിവസം അധ്യയനമില്ലാതെ പിറ്റേ ദിവസം വരുമ്പോഴേക്കും നിറച്ച് പൂക്കൾ ഇവിടെയൊക്കെ ചതറി വാരി ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതിവലയം ഒരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂൾ അങ്കണത്തിലാണ് വെള്ളാർമല സ്കൂളിന്റെ ഓർമ്മകൾ നിറഞ്ഞ സ്മൃതിവലയം ഒരുക്കിയത്. കരിങ്കൽ ശിലകളിൽ വിദ്യാലയാങ്കണത്തിലെ ഗാന്ധിമരത്തിനു ചുറ്റുമാണ് ശിലാവലയം നിർമ്മിച്ചത്. വയനാടിന്റെ സാംസ്കാരിക പൈതൃകം ഗോത്രകലയായ വാർലി ചിത്രങ്ങളിലൂടെ ശിലാവലയത്തിൽ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. വയനാടിന്റെ വീണ്ടെടുപ്പിന് പ്രതീകങ്ങളായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഭവന മാതൃകകൾ, ആരാധനാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയോടൊപ്പം വെണ്ണാർമല ഗവൺമെന്റ് VHS സ്കൂളിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും ശിലാവലയത്തിലുണ്ട്. മുന്നോട്ടുള്ള വയനാടിന്റെ ജീവിത പ്രത്യാശയുടെ പ്രതീകങ്ങളായി വിവിധ വർണ്ണങ്ങളിലുള്ള പടങ്ങളും വൃക്ഷശിഖരത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും വിദ്യാർത്ഥികളിൽ ഓർമ്മപ്പെടുത്തുകയും വളർന്നുവരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് ഈ ശിലാവലയം നിർമ്മിച്ചതെന്ന് പ്രധാന അധ്യാപകനായ CK ബിജോയ് പറഞ്ഞു. മറ്റൊന്നുമല്ല, ഏതൊരു പാരിസ്ഥിതിക ദുരന്തത്തിന്റെയും പിന്നിൽ പരിസ്ഥിതി നാശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ പരിസ്ഥിതിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മുടെ തലമുറകൾക്ക് അധികം നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട് ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ വലപ്പാട് സ്മൃതിശിലാവലയത്തിന്റെ സമർപ്പണ ചടങ്ങ് വികാരാധീനമായിരുന്നു. വയനാട് ചൂരൽമലയിലെ വെള്ളാർമല വിദ്യാലയത്തെക്കുറിച്ചുള്ള സ്മൃതിഗീതം ആലപിച്ചുകൊണ്ടായിരുന്നു സമർപ്പണ ചടങ്ങ് തുടങ്ങിയത്. പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. കൂടെ പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിഞ്ഞു കൂടുവാൻ ചങ്ങാതിമാരില്ല. മുൻ സ്കൂൾ ലീഡർ EP ആദികേശ് തളിര സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രധാന അധ്യാപകൻ CK ബിജോയ് അറിയിച്ചു. പ്രകൃതിക്ഷോഭം നിമിത്തം വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പഠന സമയം അധ്യാപകർ ദിവസവും അരമണിക്കൂർ അധികം പ്രവർത്തിച്ചുകൊണ്ട് നികത്തുമെന്നും ഹെഡ്മാസ്റ്റർ പറഞ്ഞു. ശിലാവലയ സമർപ്പണം വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ ഹൃദയത്തിലും ഒരു ആഴത്തിലുള്ള മുറിവ് പതിപ്പിച്ച ഒരു ദുരന്തമാണ് വയനാട് നടന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും ഒരുപാട് കാര്യങ്ങൾ നാളെ ചെയ്തു തീർക്കാമെന്നുള്ള ഒരു തീരുമാനങ്ങളോടുകൂടിയൊക്കെ ഉറങ്ങാൻ കിടന്ന ഒരുപാട് മനുഷ്യർ, അവർക്ക് പിറ്റേ ദിവസം അവർക്ക് നേരം പുലരാനുള്ളത് കാണാനായിട്ട് സാധിച്ചില്ല. ഒരുപാട് പേര് നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ TV-യിലൂടെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു. കുറച്ച് ദിവസങ്ങൾ അത് കാഴ്ച കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു, പ്രകൃതിയെ പോലും സംരക്ഷിക്കാതെ. പക്ഷെ അതെല്ലാം തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എല്ലാവരേക്കാളും സർവശക്തിയായിട്ട് പ്രകൃതി ഇതിൻ്റെ ഒരു രൂപം കാണിച്ചപ്പോൾ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി. PTA പ്രസിഡന്റ് ഷാനുജ അധ്യക്ഷയായി. അറബിക് അധ്യാപിക KH ഷാനിബ വെള്ളാർമല സ്മൃതിഗീതം ആലപിച്ചു. പ്രധാന അധ്യാപകൻ CK ബിജോയ്, പൂർവ്വ വിദ്യാർത്ഥി EP ആദികേശ്, മാതൃസംഗമം പ്രസിഡന്റ് മനീഷ ജിജിൽ എന്നിവർ സംസാരിച്ചു.
താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടോദ്ഘാടനം, വിജയദിനം, സ്കൂൾ കലോത്സവം എന്നിവ നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയദിനം ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. ഇപ്പോൾ നമ്മളൊരു ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ എക്സാം പോലെ ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. ഇപ്പം മറ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾ മാർക്ക് നേടും, പക്ഷേ 10th എല്ലാവരും ശ്രദ്ധിക്കും. SLCയിൽ എത്ര മാർക്ക് കിട്ടി, മീൻസിലേക്ക് എത്ര A+ കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു തുടക്കം മാത്രമാണ്. അതിനുശേഷം ഒരുപാട് എക്സാംസ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ 10th നല്ല കുട്ടികൾ, നല്ല മാർക്ക് മേടിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ അതിന് ആക്ച്വലി ഒരുപാട് പേരുടെ ഹെൽപ്പും ഉണ്ടാവും, പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സ്, അതുപോലെ എല്ലാവരുടെയും. അപ്പോൾ അവരെ എല്ലാവരും നിങ്ങൾ ഓർക്കുക, അവരുടെ എല്ലാവരെയും എഫേർട്ട് ഓർക്കുക. കൂടാതെ തന്നെ ഈ ഒരു വിജയം ഇനിയുള്ള വർഷങ്ങളിലും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, പിന്നെ ഒരുപാട് കടമ്പകളുണ്ടാവും. പിന്നെ കൂടാതെ തന്നെ നല്ല മാർക്ക് എടുത്തു, മാർക്ക് കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഫുൾ A+ കിട്ടാത്ത കുട്ടികളോ അങ്ങനെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള കുട്ടികൾ, ഇത് ഒരിക്കലും കുറവല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് അവസരങ്ങളുണ്ടാവും. സാക്സഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. ചടങ്ങിൽ ഗുരുവന്ദനം താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാരഥികളെ ജില്ലാ കളക്ടർ ആദരിച്ചു. വിഷ്ണു ഭാരതീയ സ്വാമികൾ നൽകിയ പഠന സഹായം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, സ്കൂൾ പ്രിൻസിപ്പൽ സീന ജോസഫ്, SMC ചെയർമാൻ PR ഷാജി, OSA പ്രസിഡന്റ് TR പ്രകാശൻ, PTA വൈസ് പ്രസിഡന്റ് സജ്ന അബ്ദുൾ റഹ്മാൻ, MPTA പ്രസിഡന്റ് സരിത പ്രവീൺ, പ്രധാനാധ്യാപിക സീനത്ത്, സ്റ്റാഫ് സെക്രട്ടറി ജേസൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. അക്കാദമിക രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന താന്യം സ്കൂളിന് കളിസ്ഥലമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിലവിലുള്ള കളിസ്ഥലം ഉപയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് പിന്തുണയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തൃപ്രയാർ പ്രാണായോഗ സെന്ററിലെ വിദ്യാർത്ഥികൾ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന കൈമാറി. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്കാണ് പ്രാണായോഗ സെന്ററിലെ അംഗങ്ങൾ സംഭരിച്ച തുക നൽകിയത്. വയനാടിനെ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നടത്തുന്ന പ്രവർത്തനങ്ങൾ സുതാര്യവും മാതൃകാപരവുമാണെന്ന് യോഗ പരിശീലകൻ ജമാൽ മാഷ് തളിക്കുളം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മുഹ്സിൻ പാണ്ഡികശാല അധ്യക്ഷനായി. മുതിർന്ന യോഗ വിദ്യാർത്ഥി PG സിദ്ധാർത്ഥൻ തുക മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദിനെ കൈമാറി. ചടങ്ങിൽ യോഗ വിദ്യാർത്ഥികൾക്കൊപ്പം മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി KS റഹ്മത്തുള്ള, മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൾ ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ
സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നേത്രദാന സമ്മതപത്രം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ കല ടീച്ചർ, ലിൻഡ സുഭാഷ്, ജൂബി പ്രദീപ്, അനിത ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS രജികുമാർ, ജോയിന്റ് BDO KK ലത, ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ CV ജോസ് എന്നിവർ സംസാരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി കുടുംബശ്രീ അംഗങ്ങളും അംഗൻവാടി ആശാവർക്കർമാരും നാട്ടിക SN കോളേജിലെ NSS NCC പ്രവർത്തകരുൾപ്പെടെ 120 പേർ ചടങ്ങിൽ നേത്രദാന സമ്മതപത്രം നൽകി. അഡ്വക്കേറ്റ് PF ജോയ് നേത്രദാന പദ്ധതി വിശദീകരിച്ചു. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ സന്ദർശിച്ചു. കടലാക്രമണം ബാധിച്ച ബീച്ച് നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസധനവും താൽക്കാലിക ഷെൽട്ടറും അനുവദിക്കണമെന്നും പുനർഗേഹം പദ്ധതിക്ക് അനുവദിക്കാറുള്ള 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും KK അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഈ 18ാം വാർഡിൽ അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20-ലധികം വീടുകൾ പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നശിച്ചു പോയി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഒരു 200-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. ഉദ്ദേശം ഒരു കിലോമീറ്ററോളം ദൂരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കടലെടുത്തു കഴിഞ്ഞു ഈ പ്രദേശത്ത്. അപ്പം അതിഭീകരമായിട്ടൊരു സാഹചര്യമാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സാഹചര്യം ദുസ്സഹമാണ്. ആ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ പ്രദേശം മുഴുവൻ നടന്ന് കണ്ട സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കടലാക്രമണം ഉണ്ടാകുന്നത്? അത് തടയാൻ ഫലപ്രദമായിട്ടുള്ള മാർഗം എന്താണ്? ആ മാർഗം ഇവിടെ നടപ്പാക്കണം. ശാസ്ത്രീയമായിട്ട് പഠിച്ച് ആ മാർഗം ഇവിടെ നടപ്പാക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളത് ഇന്നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇടവിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം, ആ പുലിമുട്ട് നിർമ്മിച്ചതിന് ശേഷം ടെട്രാപോഡ് സംവിധാനം ശാസ്ത്രീയമായി പഠിച്ച് അത്തരത്തിലുള്ളൊരു മാർഗം ഇവിടെ അവലംബിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുസ്സഹമായിട്ടുള്ള ജീവിതത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കടലാക്രമണ ഭീഷണിക്ക് ശാശ്വത പരിഹാരമായി ട്രൈപോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ധനീഷ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, സുനിൽ കുമാർ, ദീപ സുനിൽ എന്നിവർ പങ്കെടുത്തു. മകന്റെ പേരിടൽ ചടങ്ങ് ചുരുക്കി ആ തുക വയനാടിനായി നൽകി അന്തിക്കാട്ടെ ഒരു കുടുംബം. അന്തിക്കാട് പഞ്ചായത്ത് മുന്നംഗം വാലപ്പറമ്പിൽ മധുവിൻ്റെയും ഇപ്പോഴത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചറുടെയും മകനായ മുകേഷും ഭാര്യ അരുണിമയുമാണ് DYFI റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് 25,000 രൂപ നൽകിയത്. റീബിൽഡ് വയനാട് ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് തന്നെ മുകേഷും സഹോദരൻ മിഥുനും കുടുംബത്തിലെ പേരിടൽ ചടങ്ങ് മാറ്റിവെക്കാനും ആ തുക വയനാടിനായി നൽകാനും തീരുമാനിച്ച് ഭാരവാഹികളെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ലളിതമായ ചടങ്ങിൽ DYFI
ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ ജയഘോഷ് തുക ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐ നേതാക്കളായ ആഷിഖ് വലിയകത്ത്, അർജിൻ, അബ്ദുൾ ജലീൽ, CPM അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TI ചാക്കോ, വിവേകാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ മുൻ ചൂരക്കോട് യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയാണ് മുകേഷ്. വിവിധങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ നടത്തിയും തൊഴിലുകളിൽ നിന്നുള്ള വേതനങ്ങൾ നൽകിയും അതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നൽകിയുമെല്ലാം തന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ വയനാടിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തന്നെ 1 കോടി രൂപയിലധികം ഇതിൻ്റെ ഭാഗമായി കളക്ട് ചെയ്തിരിക്കുകയാണ്. മുകേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറി കൂടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ നാടിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, അതിൽ നിന്ന് മാറി നിൽക്കാതെ മേനക ടീച്ചറും അതുപോലെ തന്നെ കുടുംബവും ഈ പരിപാടിയോട് ഡിവൈഎഫ്ഐയോട് സഹകരിച്ചത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഏങ്ങണ്ടിയൂരിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. ചേറ്റുവ നാലുമൂല ചലഞ്ചർ കോർണറിൽ നിന്നാരംഭിച്ച മാർച്ച് പൊക്കുളങ്ങര പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട അധ്യക്ഷനായി. DCC അംഗം ഇർഷാദ് K ചേറ്റുവ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് UK പീതാംബരൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി UK സന്തോഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഘോഷ് തുഷാര, രതീഷ് ഇരട്ടപ്പുഴ, KPR പ്രദീപ്, ES ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കും പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ചെമ്പൻ, ഉഷ V പുരുഷോത്തമൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP പ്രലോഭ്, INTUC മണ്ഡലം പ്രസിഡന്റ് ലിതീഷ് കല്ലുങ്ങൽ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, ജവഹർ ബാലമഞ്ച് മണ്ഡലം ചെയർമാൻ OK പ്രൈസൺ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം VPM SNDP HSS വിദ്യാലയത്തിൽ ഇഷ്ടമാണ് വായന പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരനും റിട്ടയർഡ് അധ്യാപകനുമായ ഡോക്ടർ R സുരേഷ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. വായനമാസാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബീന ടി രാജൻ, പ്രിൻസിപ്പാൾ M ജയലക്ഷ്മി, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ സമ്മേളനം ചാഴൂർ PSN സ്മാരക മന്ദിരം ഹാളിൽ ചേർന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NT ശങ്കരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP അനിരുദ്ധൻ, CITU ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ, CPM ചാഴൂർ ലോക്കൽ സെക്രട്ടറി KR പ്രജിത്ത്, സെക്രട്ടറി വിനോദ് കുമാർ V, ഗജാൻജി KS സജിത്ത് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി 10,000 രൂപ കൈമാറി. സംഘടനയാണ് ഹിൻഡൻബർഗ്. വളരെ സാഹസികമായ ഒട്ടേറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അവരുടെ നിഗമനങ്ങൾ പുറത്തു വന്നതോടുകൂടി അദാനി ഓഹരികൾ ഇടിഞ്ഞു. ലോക മാർക്കറ്റിൽ അദാനി വെറുക്കപ്പെട്ടവന്മാരുടെ ഒരാളായിട്ട് മാറി. അന്ന് ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് എത്രത്തോളം അംഗസംഖ്യയില്ല. പ്രതിപക്ഷത്തിന് വിരലെണ്ണാവുന്ന അംഗസംഖ്യ എന്നുള്ളൂ. ആ വിരലെണ്ണാവുന്ന അംഗസംഖ്യ വെച്ച് പ്രതിപക്ഷങ്ങൾ അതിശക്തമായിട്ട് എതിർത്തപ്പോൾ അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അദാനിയെ എതിർക്കുന്നത് രാജ്യദ്രോഹമാണ്, അദാനിയെ സഹായിക്കലാണ് നമുക്കിപ്പോ ചെയ്യാനുള്ള കർത്തവ്യം. അതുകൊണ്ട് LICയും SBIയും എല്ലാം അദാനിക്ക് സാമ്പത്തികമായി സഹായിക്കണം, അദാനിയെ ശക്തിപ്പെടുത്താൻ രാഷ്ട്രത്തിന്റെ ധർമ്മം. അങ്ങനെ അദാനിക്ക് വേണ്ടി വഴിവിട്ട് സഹായം ചെയ്താണ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി അന്ന് മോഡി ഗവൺമെന്റ് സഹായിച്ചത്. ഇപ്പൊ രണ്ടാമത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്താണ്? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര മാത്തുത്തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിലും കണ്ടശാങ്കടവ് ഗവൺമെന്റ് സ്കൂളിലും മോഷണം. വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതി ശിലാവലയം തീർത്ത് വലപ്പാട് GDM LP സ്കൂളിലെ കുരുന്നുകൾ.
ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.